സ്നേഹവന്ദനം. നമ്മൾ റിക്കവറിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ 5ാമത്തെ മൊഡ്യൂളിൻ്റെ 1ാമത്തെ ഭാഗം നിങ്ങൾ കേട്ട് കാണും. ഇന്ന് നമ്മൾ 2ാമത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. നമുക്കത് ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്കും നിങ്ങളുടെ കമൻസും ഇതിനകത്ത് കാണിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി 5ാമത് ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ റിക്കവറിയിൽ പ്രവേശിക്കുന്ന പലരും പറയുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചു. ശരിയാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ വേദനിപ്പിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഇനി എന്ത് ചെയ്യാൻ കഴിയും? അത് നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുന്നതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി അവർക്ക് ആ വേദന കൊടുക്കണോ? പാടില്ല. ഇനി നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഇതുവരെ വേദനിപ്പിച്ചതിന് പരിഹാരമായിട്ട് അവർക്ക് സന്തോഷം കൊടുക്കണം, അവർക്കൊരു ആനന്ദം കൊടുക്കണം. അപ്പോൾ അവരുടെ കുടുംബത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അവർ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങളും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളപ്പെടുവാനും ഉള്ള ഒരു മനസ്സ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, ഞാൻ എൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് വാസ്തവമായിട്ട് തിരിച്ചറിവ് വരികയാണെങ്കിൽ ഓർത്തുകൊള്ളണം, അത് നിങ്ങളുടെ റിലീഫിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റത്തിൻ്റെ ആദ്യ പടിയാണ്. എന്നാൽ തുടർച്ചയായ കുറ്റബോധത്തിൽ ജീവിക്കുന്നത് മുന്നോട്ട് പോകാൻ തടസ്സമാകും. എന്നും ഒരേ കാര്യം പറയുക, അങ്ങനെ പറഞ്ഞിട്ട് അതിന് പരിഹാരമായിട്ട് കുടിക്കുക, അത് പാടില്ല. അത് നമ്മളെ വീണ്ടും അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ആരോഗ്യകരമായ കുറ്റബോധം നമ്മെ തെറ്റ് തിരുത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്ന് മറക്കണ്ട. നല്ല ഒരു കുറ്റബോധമാണ് നമ്മുടെ മനസ്സിൽ ആദ്യമേ ഉണ്ടായെങ്കിൽ അത് നല്ലതാണ്, അത് ആരോഗ്യകരമാണ്, അത് നമ്മുടെ തെറ്റിനെ തിരുത്താനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള കുറ്റബോധം ഉണ്ടാകും, ആവശ്യമില്ലാത്ത കുറ്റബോധം. അത് നമ്മളെ നിരാശയിലേക്ക് വീണ്ടും ലഹരിയിലേക്കും തള്ളിയിടാനായിട്ട് സാധിക്കും. നിരാശപ്പെടുത്തുക മാത്രമല്ല, തൽഫലമായിട്ട് ലഹരി ഉപയോഗിക്കാനായിട്ട്, മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക. ആരൊക്കെയാണ് വേദനിപ്പിച്ചതെന്ന് വെച്ചാൽ അവരോടൊക്കെ, നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ സഹോദരനെയോ മക്കളെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമ ചോദിക്കുക. ഞാനിത് പറയുന്ന ആണുങ്ങളെ ഉദ്ദേശിച്ച് മാത്രമല്ല, സ്ത്രീകളെ കൂടെ ഉദ്ദേശിച്ചാണ്. കാരണം നമുക്കറിയാലോ, വടകരയിലൊക്കെ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, ടീച്ചേഴ്സായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളാണ് ഇതിൻ്റെ കാരിയേഴ്സായിട്ട് കുറേ പേര് ഉള്ളത്. അവരാണിതിപ്പം ബോയ്സിനെ പോലെ തന്നെ ഉപയോഗിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ കുറ്റപ്പെടുത്തി പറയുകയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീകളും മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഈ അടുത്ത സമയത്ത് ഞാനൊരു ഡി അഡിക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞ ഒരാളെ കാണാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പം അവിടെ അവരുടെ വീടിൻ്റെ അടുത്തൂടെ കുറേ സ്ത്രീകൾ പോകുന്നു. കുറേ സ്ത്രീകൾ പ്രായമുള്ളവരാണ്, ഒരു കോളനിയിൽ നിന്ന് പോകുന്ന സ്ത്രീകളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ കല്യാണമോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചോ, പറഞ്ഞു അല്ല, അവിടെ മദ്യപിക്കാൻ പോവുകയാണ്. വരിയായിട്ട് ഇവരിങ്ങനെ പോവുകയാണ്. 20 രൂപ 50 രൂപ ഒക്കെ ഒരു ചെറിയ തോത്. അവിടെ കള്ളുവാറ്റുണ്ട്. ഇതൊക്കെ നമ്മൾ തൂഫാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാമല്ലോ, നമ്മുടെ നാടല്ലേ. ഈ നാട്ടിൽ ഇതിനെ അനുവദിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, എല്ലാവരും എല്ലാം പറഞ്ഞ് അങ്ങനെ കണ്ണടച്ചു വിടുന്നവർ എന്തിനാ പൊല്ലാപ്പിനൊക്കെ പോകുന്നത്, ഇത് കുടിച്ചില്ലെങ്കിൽ ചാകും എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടും അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കണ്ണടക്കുകയും, അഥവാ പോയിട്ട് അവരെയൊക്കെ കണ്ടിട്ട് ഒന്ന് പേടിപ്പിച്ചിട്ട് അവർ കൊടുക്കുന്ന നക്കാപ്പീച്ച, നാണമില്ലാത്തവന്മാർ, ശമ്പളമൊക്കെ മേടിക്കുന്നവന്മാർ, എന്നാലും അവന്മാർക്കൊരു ഉളുപ്പില്ല. അവന്മാർ 10 500 മേടിച്ചിട്ട് അവർ പിന്നെയും ഇത് വിൽക്കാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്ന നാണം കെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അവരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. അവർക്ക് എന്തെങ്കിലും ഉളുപ്പ് വരികയാണെങ്കിൽ അവർ നിർത്തട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കഴിയുന്നിടത്തോളം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ലഹരിയിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ തൊക്കെയാണ് ക്ഷമ ചോദിക്കുക. ആരോടാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തികളോട് ക്ഷമ ചോദിക്കുക. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു, ഇനി ഞാനത് ചെയ്യുകയില്ല. അപ്പം ഞാൻ പോയ ആ വീട്ടിലെ നിന്ന് വേറൊരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെയും മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ മദ്യപിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്നത് എന്തിനാണെന്ന് അച്ഛൻ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. എന്നോട് ചോദിച്ചു, എന്തായിരിക്കും അച്ഛൻ പറയാൻ പറഞ്ഞു? കുറ്റബോധം കൊണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് അച്ഛൻ എങ്ങനെ അറിയാം? പറഞ്ഞു, നിന്നെ പോലുള്ള ഒരുപാട് പേരെ ദിനംതോറും കാണുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ പരിഹസിക്കുകയല്ല. ഇതൊരു കുറ്റബോധത്തിന് പരിഹാരമായിട്ട് മദ്യപിക്കുന്ന ആളുകളുണ്ട്. ക്ഷമ ചോദിക്കും. നിന്നാണ് ഇനി ഞാൻ കുടിക്കൂല എന്ന് പറഞ്ഞ ഭാര്യൻ്റെ തലയിലും കുട്ടികളുടെ തലയിലൊക്കെ കൈവച്ച് കുടിച്ചിട്ട് പറയുകയും ചെയ്യും. എന്നിട്ട് വെറുതെ ഇരുന്ന് മൂങ്ങും, നായ മൂങ്ങുന്ന പോലെ മൂങ്ങും. അപ്പം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, വേദനയുണ്ട്, അതോടൊപ്പം തന്നെ ചിരിയും വരും.
ഒരു ചങ്ങാതി, അവനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അങ്ങേര് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കാണാൻ വരും, വന്നിട്ട് എൻ്റെ കാല് നക്കും. അച്ഛാ, ഞാൻ അച്ഛൻ്റെ കാലൊന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിച്ച് കാലിലോട്ട് പിടിച്ച് നക്കാൻ തുടങ്ങി. ഞാൻ തട്ടിക്കളയും, എന്നാലും കാലെ കെട്ടിപ്പിടിച്ച് അങ്ങ് നക്കുന്ന എന്തൊരു ഇതാണ്. നമുക്ക് തന്നെ ഒരു ഭയങ്കര പ്രയാസം തോന്നും. കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് ഇത്തരക്കാർ അറിയുന്നില്ല. ഇത് കേൾക്കുന്ന മദ്യപാനികളായിട്ടുള്ള നിങ്ങൾ ഓർത്തോണം, മദ്യപിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും അറിയാം. അവരതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വിലയും നിലയും തരാത്തത്. അപ്പോൾ അതുകൊണ്ട് മദ്യപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി റിലാപ്സ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ക്ഷമ ചോദിച്ചാൽ മാത്രം പോരാ. വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തല്ലി ഉടച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും എന്തെങ്കിലും നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുപോയി കുടിച്ചിട്ടുണ്ടെങ്കിൽ, അത് വീട്ടിലെ ആകാം, കുടുംബക്കാരുടെ ആകാം, അല്ലെ അയൽവാസിയുടെ ആയിരിക്കാം. അത് നിങ്ങൾ സാധ്യമാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് റിലീഫ് നേടിക്കഴിഞ്ഞാൽ, മദ്യപാനത്തിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ ക്ഷമ ചോദിച്ചാൽ മാത്രം പോരാ, കഴിയുന്നിടത്തോളം നഷ്ടപരിഹാരവും ചെയ്യുക. അവരോട് അത് ഏറ്റുപറയുക, നഷ്ടപരിഹാരം കൂടെ കൊടുക്കുക. എന്നിട്ട് പുതിയ ഒരു ജീവിതം തുടങ്ങുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ആറാമതായിട്ട് ലജ്ജ അല്ലെങ്കിൽ കുറ്റബോധം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. ഷെയിം എന്നൊക്കെ പറയും അല്ലേ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയും, പക്ഷേ ലജ്ജ പറയും ഞാൻ തന്നെ മോശം മനുഷ്യനാണ്. നമ്മുടെ മനസ്സിലിരുന്നുകൊണ്ട് നമ്മുടെ ലജ്ജ നമ്മളോട് പറയും ഐ ആം ഗുഡ് ഫോർ നത്തിങ്, എന്നെ ഒന്നിനും കൊള്ളുകയല്ല, ഞാൻ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെയല്ല. ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തൻ്റെ ഭൂതകാലത്തെ അംഗീകരിക്കണം, മുൻകാലത്ത് ചെയ്ത തെറ്റുകളെ അംഗീകരിക്കണം. എന്നാൽ അത് തൻ്റെ ഭാവിയെ നിർണ്ണയിക്കാൻ അനുവദിക്കരുത്. അത് നിങ്ങൾ ഓർത്തോണം. നിങ്ങളുടെ ഭാവിയെ ഈ മുൻകാലത്ത് ചെയ്ത തെറ്റുകളായിരിക്കരുത് നിർണ്ണയിക്കേണ്ടത്. അത് തെറ്റ് സംഭവിച്ചു പോയി, ഇനി നമുക്കത് തിരുത്താനുള്ള സാധ്യതയുണ്ടെങ്കിൽ തിരുത്തുക. അതോടൊപ്പം തന്നെ ക്ഷമ ചോദിച്ചു, അതോടൊപ്പം തന്നെ നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്തു, അതിന് നമ്മൾ തിരിച്ചു കൊടുത്തു, റെസ്റ്റോർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നു. പിന്നെ അവയെക്കുറിച്ച് ഓർത്ത് നിങ്ങളിങ്ങനെ വിഷമിക്കുകയോ, വീട്ടുകാർ ഓർക്കേണ്ട ഒരു കാര്യം, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് കുത്തിപ്പറയുകയോ ചെയ്യരുത്. മനസ്സിലായല്ലോ? അത് ഈ മദ്യപാനം നിർത്തിയ ആളുകളുടെ ഭാവി നിർണ്ണയിക്കാനുള്ള ഒരു വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ മനുഷ്യനും മാറ്റത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് മറന്നു പോരുത്. ഞാൻ ഒന്നുകൂടെ പറയാം, എല്ലാ വ്യക്തികൾക്കും മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മാറാൻ കഴിയും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇനി ഏഴാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മാഭിമാനത്തെക്കുറിച്ചാണ്. ഈ ആത്മാഭിമാനത്തിൽ പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക എന്ന് പറയും. വർഷങ്ങളായുള്ള ലഹരി ഉപയോഗം പലരുടെയും ആത്മവിശ്വാസം തകർത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല, ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഈ ആത്മാഭിമാനം നമുക്ക് എങ്ങനെ വളർത്താൻ കഴിയും, അതിനെക്കുറിച്ചാണ് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എയിംസ് നമ്മൾ കണ്ടെത്തണം. ആ എയിംസ് നിങ്ങളൊന്ന് എഴുതി വെക്കണം സാധ്യമാണെങ്കിൽ. കാരണം മറവി ഉണ്ടാകും നിങ്ങൾക്ക്. അത് മറക്കാതിരിക്കാനായിട്ട് നിങ്ങളൊരു ചെറിയ തുണ്ട് പേപ്പറിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡയറിയോ നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് സൂക്ഷിക്കുക. സാധ്യമാണെങ്കിൽ ഒരു പെന്നും കൂടെ. എന്നിട്ട് നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടാകും. ആ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക. അതേപോലെ തന്നെ ആ ലക്ഷ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. ലക്ഷ്യം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല, അത് പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു വിജയം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെ വരുന്ന ഓരോ വിജയവും നിങ്ങൾ വിലമതിക്കണം. നിങ്ങൾ തന്നെ അതിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. എന്നിട്ട് പുതിയ കഴിവുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇതുവരെ നിങ്ങളൊന്നും കൃത്യമായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതൊക്കെ നമുക്ക് ഒരുപാട് ടെക്നോളജിയുടെ കാലഘട്ടമാണ്. നിങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കലാവാസനകളുണ്ടാവും, നിങ്ങൾക്ക് കഴിയുന്ന ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടെത്താനായിട്ട് നിങ്ങൾ ഒന്ന് സ്വയമേ വിലയിരുത്തുക. എന്നിട്ട് അതൊന്ന് എവിടെയെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കുറിച്ച് വെക്കുക. എന്നിട്ട് ആ കുറിച്ച് വെക്കുന്ന കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് അതിനൊരു അഭ്യാസം ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ പരിശീലനം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുക. അതിന് കുറച്ച് റിസ്ക് ഉണ്ടാവും, അതിന് കുറച്ച് സാധ്യതകൾ മങ്ങിയെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾ അതിനകത്ത് ക്ഷീണിക്കൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ കഴിവുകൾ നമ്മൾ വികസിപ്പിക്കണം. ഉള്ള കഴിവുകളെ പുതുതായിട്ട് നമ്മൾ വികസിപ്പിക്കണം.
അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ ആർക്കും കഴിയുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ ആ സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു അപ്രിസിയേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് സംസാരിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ ഈ മദ്യപാനം നിർത്തിയ ആളുകളുടെ വീട്ടുകാരോട് ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മദ്യപാനം നടത്തുന്ന ആളുകൾ, ചില ആളുകൾ അവർ നുണ പറയാറില്ല, അവർ സത്യമേ പറയാറുള്ളൂ. നിങ്ങളോടുള്ള ഭയം കൊണ്ടായിരിക്കും അവർ എപ്പോഴെങ്കിലുമൊക്കെ നുണ പറഞ്ഞിട്ടുള്ളത്, പോയി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ അസത്യങ്ങൾ നിങ്ങളുമായിട്ട് അവർ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കണം. പിന്നെ നിങ്ങൾ അവരെ എവിടെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ചില സ്ത്രീകളൊക്കെ ചെയ്യാറുള്ള, എല്ലാവരുടെയും കാര്യമല്ല, ചില സ്ത്രീകൾ ചെയ്യാറുള്ള, ഭർത്താക്കന്മാർ മദ്യപിക്കുന്നവർക്ക് ഇഷ്ടമാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, മദ്യപിച്ച് വന്നു കഴിയുമ്പോൾ സ്നേഹപ്രകടനം കൂടും ചില പുരുഷന്മാർക്ക്, അതുകൊണ്ട് വളരെ ഇഷ്ടമാണ്. വേറെ ചിലർ ഈ ഭർത്താക്കന്മാർ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അവരുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നോ പേഴ്സിൽ നിന്നോ പൈസ എടുക്കുന്ന ഒരു ടെൻഡൻസിയാണ്. മോഷ്ടിക്കുന്ന ഭർത്താക്കന്മാരുടെ പൈസ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ പൈസ മോഷ്ടിക്കുന്ന ഒരു ടെൻഡൻസി, അത് നിങ്ങൾ നിർത്തണം. അത് നിങ്ങൾ ഏറ്റു പറയണം, ഞാൻ നിങ്ങളുടെ പൈസ എടുത്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ അത് ചെയ്യുകയില്ലെന്ന് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടൊന്ന് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തിയിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് കൂടുതൽ സ്നേഹവും കരുതലും, നിങ്ങളെ കൂടുതൽ വിശ്വസ്തതയുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത തെറ്റ് അവർക്ക് എപ്പോഴെങ്കിലും പിടുത്തം കിട്ടിക്കാണും. നിങ്ങൾ മോഷ്ടിക്കാറുണ്ടെന്നും കള്ളം പറയാറുണ്ടെന്നും അവർക്ക് ബോധ്യമുണ്ടാവും. അപ്പോൾ പിന്നെ അവരുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്തുകൾ വരും. അത് പിന്നെ പരപുരുഷ ബന്ധങ്ങളായിട്ടൊക്കെ അവർ ചിത്രീകരിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സത്യസന്ധമായി മാത്രം ഇടപെടുക. ഉത്തരവാദിത്വമുള്ള ജീവിതത്തിൽ നിങ്ങൾ 2 പേരും ഒരുമിച്ച് വളരുക. മനസ്സിലായല്ലോ? അപ്പോൾ ആത്മാഭിമാനം പ്രശംസകളിലൂടെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. അത് നമ്മുടെ ജീവിതത്തെ വളർത്തുവാനായിട്ട് ശ്രമിക്കും. ഓരോ മനുഷ്യനും തൻ്റെ ഭൂതകാലത്തേക്കാൾ വലിയവനാണ്. തെറ്റുകൾ ജീവിതത്തെ നിർവചിക്കേണ്ടതില്ല. ശരിയായ സഹായവും സ്നേഹപൂർണമായ പിന്തുണയും ചികിത്സയും ആത്മീയ പ്രത്യാശയും ചേർന്നാൽ തകർന്ന ഹൃദയങ്ങളും വീണ്ടും പുനർനിർമ്മിക്കപ്പെടും. MBF ലൈഫ് റിക്കവറി പ്രോഗ്രാം നമ്മെ ഒരു മഹത്തായ സത്യത്തിലേക്ക് നയിക്കുന്നു. മോചനം ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പുനഃസ്ഥാപനമാണ്. ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.